നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറായിട്ടുള്ള രാജ്യസഭയിൽ രാഘവ് ചന്ദ എന്ന വ്യക്തിയെ ആം ആദ്മി പാർട്ടി പുറത്താക്കി. എന്തിനാണ് പുറത്താക്കിയത് എന്ന് വളരെ രസാവഹമാണ്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ കോർപ്പറേറ്റുകൾക്കെതിരെയാണ്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ BJPയെ ചൊടിപ്പിക്കുന്നു. അദ്ദേഹം ഡൽഹിയിൽ മാത്രമല്ല ഇങ്ങേറ്റം കേരളം വരെ ശ്രദ്ധിക്കപ്പെടുന്ന യുവ നേതാവായി മാറി. ഇതൊക്കെയാണ് ആം ആദ്മി പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളും അദ്ദേഹം രാജ്യസഭയിൽ സംസാരിക്കുന്നതുമൊക്കെ എന്നും വൈറൽ വാർത്തകളാണ്. ശരിയാണ്, യുവാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യയിലെ വിദ്യാഭ്യാസമുള്ള യുവജനത ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരമായി വന്നാൽ, ഇത് കേരളത്തിലായിരുന്നു എങ്കിൽ അത് കൃത്യമായി നമുക്കറിയാം. കേരളത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പല യുവ നേതാക്കന്മാരിൽ നിന്നുമൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരെ അലോരസപ്പെടുത്തും, വളരെ കൃത്യമായ കുറുക്കിക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അത് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനും ഇത് കൊണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി തന്നെ വന്നത് അഴിമതിക്കെതിരെയാണെന്നാണ് അർത്ഥം. പക്ഷെ അഴിമതിയുടെ പേരിൽ മാസങ്ങളോളം ജയിലിൽ അദ്ദേഹം കിടക്കേണ്ടി വന്നു. കാരണം ഇതൊരു BJPയുടെ B ടീമായിട്ടാണ് അന്ന് വന്നത്. ഇന്ന് സ്വതന്ത്രമായി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ, അവർ ചൂലെടുക്കാൻ ശ്രമിക്കുമ്പോൾ പല പ്രതിസന്ധികൾ അവർ ഏൽക്കേണ്ടി വരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള നേതാക്കന്മാരെയും യുവ നേതാക്കന്മാരെ കൂച്ചുവിലങ്ങിടാൻ BJPയും കോർപ്പറേറ്റുകളും അദ്ദേഹത്തിന് താക്കീത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയായിരിക്കും ഇതിന് കാരണമെന്ന് വിശ്വസിക്കുന്നു. അല്ലാത്തപക്ഷം അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ രാഘവ് ചന്ദ വളരുന്നതിലുള്ള വേദന കൊണ്ടാവാം ഇദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികൾക്ക് ആം ആദ്മി പാർട്ടി തുനിഞ്ഞത് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾ വളരെ കൃത്യമാണ്. ഇന്ത്യയിൽ PSC ടെസ്റ്റ് പോലെയുള്ള ഗവൺമെന്റ് സർവീസുകൾ ജോലി ലഭിക്കുന്നതിന് PSC ടെസ്റ്റും UPSC ടെസ്റ്റുകൾ എഴുതി ജയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിനേക്കാളൊക്കെ നിയമങ്ങൾ നിർമ്മിക്കുന്ന ഇവിടുത്തെ MLA മാർക്കും MP മാർക്കും ഒരു ക്വാളിഫിക്കേഷൻ വെക്കേണ്ടേ? അതിന് ഒരു മാനദണ്ഡം ആവശ്യമില്ലേ? ഇങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് വൈറലായിട്ടുള്ള സപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം ജനം അത് ആഗ്രഹിക്കുന്നു. തങ്ങൾക്ക് വേണ്ടി വിധി എഴുതുന്നവർ, ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തെരഞ്ഞെടുത്ത് ഭരിപ്പിക്കുന്ന ആശയത്തിൽ അത് ആരാണ് നമ്മളെ ഭരിക്കുന്നത് എന്ന് അവന്റെ യോഗ്യത മനസ്സിലാക്കുന്നതിനും, ഇവിടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ കേസെടുക്കുന്ന കാലഘട്ടത്തിൽ ഇതിന് അനിവാര്യതയില്ലേ? പലരെയും വേദനിപ്പിക്കും. അത് തന്നെയാണ് സംഭവം. കർഷകർ അവർ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ ആഹാരം അവരാണ് കൃഷി ചെയ്ത് ഇവർക്കൊക്കെ കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് ലഭിക്കുന്ന വരുമാനം എന്താണ്? അവർക്ക് കൃത്യമായ രീതിയിലുള്ള പെൻഷൻ ഉണ്ടോ? അർഹതപ്പെട്ട പെൻഷനാണോ അവർക്ക് കൊടുക്കുന്നത്? MP മാർക്കും MLA മാർക്കും കൊടുക്കുന്ന പെൻഷനുകൾ, അതിനെപ്പറ്റിയും ഒക്കെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. ഇലക്ഷന് വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും ആധാർ കാർഡുകളുണ്ട്. അപ്പോ ഒരാൾക്ക് ഒരു വോട്ടെന്നുള്ളത് വിരൽ പതിപ്പിച്ച് വോട്ട് ചെയ്യുന്ന സംവിധാനം ഈ നാട്ടിൽ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്തൂടെ? കറക്റ്റാണ്. മാറി വരുന്ന കാലഘട്ടത്തിനനുസൃതമായ വോട്ടിംഗ് സിസ്റ്റം മാറണം. കാരണം കള്ള വോട്ടുകൾ ഉണ്ടാകാൻ പാടില്ല, അഴിമതി ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം സിസ്റ്റത്തിൽ തന്നെ ക്ലിയർ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒട്ടനവധി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ ചോദ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ BJPയും കോർപ്പറേറ്റുകളെയും വളരെയേറെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭരണകർത്താക്കൾക്ക് 9,000 രൂപ ടെലിഫോൺ അലവൻസ് എന്തിനു വേണ്ടിയാണ്? ഹ്യൂജ് എമൗണ്ട് ശമ്പളം മേടിക്കുന്ന ഇവർക്ക് ഈ അലവൻസ് എടുത്തു കളയണമെന്ന് അദ്ദേഹം കൃത്യമായി രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആ ചോദ്യം യഥാർത്ഥത്തിൽ അദ്ദേഹം ആ 9,000 രൂപ ഒഴിവാക്കിയിട്ടാണ്, തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത്. യഥാർത്ഥത്തിൽ രാജ്യസേവനം എന്നത് സേവനം തന്നെയായിരിക്കണം. അതിന് പണം വാങ്ങുന്നത് ശരിയല്ല. അല്ലാത്ത പ്രശ്നം ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് ശരി. ഏത് സ്ഥാനാർത്ഥിയായാലും നിയമം കൈയാളുന്നവർ, നിയമം ഉണ്ടാക്കുന്നവർ, നിയമത്തെ പറ്റി അറ്റ്ലീസ്റ്റ് ബോധമുള്ളവരെങ്കിലും ആയിരിക്കണം. എക്സ്പീരിയൻസ് അല്ല ഈ കാലഘട്ടത്തിൽ വേണ്ടത്. എക്സ്പീരിയൻസ് വേണ്ട കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് അതിനുവേണ്ടി ടെക്നോളജി വളരെ പ്രാപ്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ചിന്തിക്കുന്ന വിവേകമുള്ള ആൾക്കാരുടെ കാലഘട്ടമാണ്. അത്തരത്തിലുള്ളവർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യ ലോകരാജ്യങ്ങളോടൊപ്പം എത്തും. അല്ലാതെ